നമസ്കാരം. എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ബദൽ മാർഗങ്ങൾ ഒരുക്കാതെ നിലവിലുള്ള പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ നാട്ടുകാർ. ഇവിടത്തുകാർക്ക് ദേശീയപാതയിലേക്ക് ഉൾപ്പെടെ എത്താനുള്ള ഏക മാർഗമാണ് തൃക്കുന്നപ്പുഴ പാലം. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലത്തിന്റെ കൃത്യമായ രൂപരേഖയടക്കം ലഭിക്കാതെ നിലവിലെ പാലം പൊളിക്കരുതെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിവിധ സ്കൂളുകളിലേക്കായി ആയിരക്കണക്കിന് കുട്ടികളും വ്യാപാരികളും നാട്ടുകാരും അടക്കമുള്ളവരുടെ പുറത്തേക്കുള്ള ഏക മാർഗമാണ് ഈ പാലം. വീതി കൂട്ടി പാലം പുനർനിർമ്മിക്കുന്നതിനോട് ആരും എതിരല്ല. എന്നാൽ നിർമ്മാണ കാര്യത്തിലടക്കം നിലനിൽക്കുന്ന അവ്യക്തതകൾ മാറ്റണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പാലം പണിയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല. വലിയ തോതിലുള്ള ഒരു ബൃഹത് പദ്ധതി എന്ന രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കുട്ടനാട് മേഖലകളിലേക്ക് ഒരു വെള്ളം കടന്നു പോകാതിരിക്കാൻ, അതുപോലെ ഓണാട്ടുകരയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഉള്ള കരകൃഷി നശിക്കാതിരിക്കാൻ ഒരു വെള്ളം തടയുക എന്നുള്ളതാണ് ഇതിനകത്ത് ബൃഹത്തായ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ സഞ്ചാരം കൂടി പൂർത്തീകരിക്കാൻ ആവശ്യമായ സംവിധാനമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അനന്തമായി നീണ്ടുപോകരുത്. കാരണം തൃക്കുന്നപ്പുഴ പടിഞ്ഞാറക്കരയുള്ള ആളുകൾക്ക് എല്ലാ ടൗണുമായി ബന്ധപ്പെടേണ്ടി വരുന്നത് ഈ പാലത്തിലൂടെയാണ്. നിരവധി സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അനന്തമായി പാലം പണി നീണ്ടുപോയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങളുടെ ഒറ്റ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത്, ജനങ്ങളുടെ കണ്ടീഷൻ, ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. അതിനാവശ്യമായ സമയം വളരെ കുറച്ച് സമയം കൊണ്ട് പൂർത്തീകരിക്കുക. അതോടൊപ്പം തന്നെ പകരം ആൾട്ടർനേറ്റ് സംവിധാനം, യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക. ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ആശങ്ക വരാനുള്ള കാരണം, കഴിഞ്ഞ നവംബറിൽ കൂടിയ യോഗത്തിന് ശേഷം ഒരു വർഷക്കാലമായി ഒരു പണിയും നടന്നിട്ടില്ല. എപ്പോൾ പാലം പൂർണ്ണമായും പൊളിച്ചുമാറ്റുമെന്നോ പുതിയ പാലത്തിന്റെ നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്നോ വ്യക്തമാക്കാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ദിവസേന എത്ര പേർ ഇതിലെ യാത്ര ചെയ്യുന്നു എന്നോ ബദൽ ക്രമീകരണം അടക്കമുള്ള ഒരു കാര്യത്തിലും പഠനം നടന്നിട്ടില്ല. സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ചെറുവാഹനങ്ങളുമായി നിരവധി വാഹനങ്ങളാണ് ഈ പാലത്തിൽ കൂടി കടന്നു പോകുന്നത്. പാലം നിർമ്മാണത്തിലെ വിശദാംശങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായികളും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പാലം ഇവിടെ വേണം, അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ പോകുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഈ കോടികളുടെ വർക്കിന് ഇവിടെ ചെയ്യുന്ന 2-3 പേരാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. സർക്കാരിൻ്റെ 4 ലക്ഷം രൂപയുടെ വീട് വെക്കാൻ വേണ്ടി പോകുന്ന പണിക്കാർ 8 പേരൊക്കെയാണ്. അപ്പം ഈ വർഷങ്ങളായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലരും അവരെ കളിയാക്കാറുമുണ്ട്. അപ്പോൾ അപ്രോച്ച് റോഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വേണ്ടത്. ഒരു 2 വീലറും ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകും. ഈ ഒരു വർഷവും കൊണ്ടൊന്നും ഈ പാലം പണി തീരത്തൊന്നുമില്ല. അല്പം താമസം നേരിട്ടാലും. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതൊരു സംവിധാനം. അപ്പോൾ ജങ്കാർ ഒരിക്കലും ശാശ്വതമല്ല. അത് പല സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്ന. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മേലധികാരികൾ ഇത് വേണ്ട വിധം ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന ചീപ്പിന്റെ പ്രവർത്തനങ്ങൾ പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് നാട്ടുകാരെ ഭയപ്പെടുത്തുന്നത്. നിലവിലെ യാത്രാ സൗകര്യം പൊളിച്ചുമാറ്റിയാൽ എന്നിത് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പു വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പാലം പൊളിക്കുമ്പോൾ ഇവിടെ ജങ്കാർ സർവീസ് ഏർപ്പെടുത്താമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിലും അന്തിമ തീരുമാനം നീളുകയാണ്. തൃക്കുന്നപ്പുഴ പാലം നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. നാട്ടിൽ ഇതുപോലെയുള്ള ഒരു വലിയ വികസനം വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുവാൻ ഇവർ തയ്യാറാണ്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന പ്രവണതയാണ് നമുക്ക് മുന്നിലുള്ളത്. അങ്ങനെ ഒരു അനിശ്ചിതത്വം തൃക്കുന്നപ്പുഴ പാലത്തിന്റെ കാര്യത്തിലുണ്ടായാൽ അനുദിനം വികസിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ തൃക്കുന്നപ്പുഴയ്ക്കും അനുബന്ധ പ്രദേശങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് വ്യവസ്ഥകൾ, പണി പൂർത്തിയാക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി, ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന ബദൽ സംവിധാനങ്ങൾ, അവയുടെ സുരക്ഷിതത്വം സംബന്ധമായ വിവരങ്ങൾ തുടങ്ങിയവ പുറത്തുവിടണമെന്ന് വ്യാപാരി വ്യവസായികളും ആവശ്യപ്പെടുന്നു. സാധാരണ നിർമ്മാണ കരാറുകാരന്റെ പേര് വിവരങ്ങൾ ഫലകത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. എങ്കിലും അത്തരം ഒരെണ്ണം ഇതുവരെ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല.
ബദൽ സംവിധാനം ഒരുക്കുന്നത് ഏതു സ്ഥാപനമാണ് എന്നും ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വളരെ വലിയ സുരക്ഷാ സംവിധാനം അനിവാര്യമായ ഒന്നാണ് ബദൽ ഏർപ്പെടുത്തുവാൻ പോകുന്ന ജങ്കാർ സംവിധാനം. രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികളുടെ ഒരു വലിയ പ്രവാഹം ഇവിടെയുണ്ടാകും. ഇത് സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള സർവേയോ പഠനങ്ങളോ അധികാരികൾ നടത്തിയതായി യാതൊരു അറിവുമില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും അതുപോലെ തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, ഈ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. ഈ ആശുപത്രികളിലെല്ലാം ജനം വന്നു പോകാനുള്ള ഒരു ഏക മാർഗമാണ് ഈ പാലം. ഇത് അനന്തമായി യാതൊരു ഉറപ്പുമില്ലാതെ കണ്ട് അനന്തമായി പൊളിച്ചിട്ട് ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി പ്രദേശത്തിനുണ്ടായിരുന്ന പ്രാധാന്യം, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ കർക്കിടക ബലിതർപ്പണവുമായി ലക്ഷക്കണക്കിന് ജനം എല്ലാ വർഷവും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ അതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ പ്രദേശത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകമാണ്. ആ പൈതൃകം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ പാലം പൊളിച്ചാൽ ഉണ്ടാകാൻ പോകുന്നതാണ് ഇവിടുത്തെ ജനം ഭയപ്പെടുന്നത്. എന്നെപ്പോലെയുള്ള ആളുകൾ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജങ്കാർ സർവീസ് ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും ജങ്കാർ പല ദിവസങ്ങളായി മുടങ്ങിക്കിടക്കുക, അത് പലപ്പോഴും അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഈ പ്രദേശ ജനങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക പാലം, ഒരു 2 വീലറെങ്കിലും പോകാൻ പറ്റുന്ന ഒരു താൽക്കാലിക സംവിധാനം കൂടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയാൽ ഞങ്ങളുടെ ഗതാഗത പ്രശ്നത്തിനും ഞങ്ങൾക്ക് മറ്റു പ്രദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പ്രാദേശികമായി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ജങ്കാർ കടത്തു സംവിധാനങ്ങൾ അപകടങ്ങൾ വരുത്തിവെക്കുന്നതിനുള്ള സാധ്യതകളും നാട്ടുകാർ ഭയക്കുന്നുണ്ട്. അതിനാൽ സർക്കാർ നേരിട്ടിടപെട്ട് ഈ രംഗത്തെ പ്രൊഫഷണൽ കമ്പനിക്കാരെ ഇതിനായി ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പരിശീലനം സിദ്ധിച്ച ഫയർഫോഴ്സ് വിഭാഗക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവയുടെ സാന്നിധ്യവും പരിശോധനയും ജങ്കാർ സ്ഥലത്ത് ഉറപ്പുവരുത്തുക, ബദൽ മാർഗം പാലം പൊളിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി നോക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച ചീപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പലപ്പോഴും 1-2 തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ ജോലിക്കെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ്. തങ്ങളുടെ ആവലാതികൾക്ക് അധികൃതർ ചെവി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഒരു പ്രദേശത്തെ ഒന്നായി ബാധിക്കുന്ന ഒരു വികസന പ്രവർത്തനം അവിടുത്തെ സ്ഥിരതാമസക്കാരായ ആളുകളെ വിശ്വാസത്തിലെടുക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രതിഫലനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. വികസന വിരോധികളെന്ന് മുദ്രകുത്തിയാലും ഇനിയും തങ്ങളുടെ ആവശ്യങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഈ നാട്ടുകാരുടെ തീരുമാനം. ഇതിന് എല്ലാ പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകളും രംഗത്തുണ്ട്.